2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 91 സീറ്റുമായി കോൺഗ്രസ് കേരളത്തിൽ അധികാരം പിടിക്കുമെന്നാണ് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര നടത്തിയ സർവേയിൽ നിന്നും പുറത്തു വരുന്ന വിവരം. 2 ലക്ഷം ആളുകളിൽ നിന്നും ഡാറ്റ ശേഖരിച്ച് അവരുടെ പ്രതികരണങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ സർവേയിലാണ് 91 സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്ന പ്രവചനം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ സർവേകളെല്ലാം കോൺഗ്രസിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വിശദമായി നമുക്ക് പരിശോധിക്കാം എന്തെല്ലാമാണ് ഈ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ആളുകളിൽ നിന്നാണ് സാമ്പിൾ ശേഖരിച്ചിരിക്കുന്നത്, വിശദമായി പരിശോധിക്കാം. PS സൗപർണികയാണ് കൂടെയുള്ളത്. അതായത് വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷന് വേണ്ടി അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കര എന്ന വ്യക്തി നടത്തിയ സർവേയിലാണ് ഇപ്പോൾ UDFന് 91 സീറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇതിന്റെ വിശദാംശങ്ങൾ, എത്രത്തോളം ആളുകളിൽ നിന്നാണ് ഈ സർവേ ശേഖരിച്ചത്? അതായത് ഈ സർവേ ശേഖരിക്കുമ്പോൾ നമുക്കറിയാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലെ ആളുകളിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത്തരത്തിലൊരു സർവേ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇതിനെ എങ്ങനെ വിലയിരുത്താം, എന്താണ് ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി, നമുക്ക് ഏത് രൂപത്തിൽ ഇതിനെ വിലയിരുത്താൻ സാധിക്കും? അല്ല, ഇതിനു മുമ്പും പല സർവേകളും പുറത്തു വന്നിരുന്നപ്പോഴും അതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന്. പക്ഷെ അപ്പോഴൊക്കെ പല കാര്യങ്ങളും പറഞ്ഞത് അതെന്താണ് ഈ പറയുന്ന പോലെ UDF ഹാൻഡിലുകൾ നടത്തിയ സർവേ ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അവനീഷ് കോയിക്കരയുടെ സർവേയിൽ പറയുന്നത് 91 സീറ്റ് നേടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. 99 സീറ്റ് നേടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തുന്നത്. ആ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ 99 സീറ്റിൽ നിന്ന് ഇപ്പൊ വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 49 സീറ്റിലേക്ക് ചുരുങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വാദിക്കുന്നത് 100 സീറ്റാണ് അവർക്ക് കിട്ടുമെന്ന്. 111 LDF വാദിക്കുമ്പോൾ 91 സീറ്റാണ് സർവേയിൽ പറയുന്നത്. 49 സീറ്റിലേക്ക് LDF തകരുന്നു അല്ലെങ്കിൽ LDF ഒതുങ്ങുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. 2 ലക്ഷം ആളുകളുടെ കയ്യിൽ നിന്നാണ് ഡേറ്റ എടുത്താണ് സർവേ നടത്തിയിരിക്കുന്നത്. ഈ പറയുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, അങ്ങനെ എല്ലാ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർവേ കേരളത്തിലുടനീളം എന്താണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ സർവേയിൽ നിന്നാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന പോലെ എന്തൊക്കെയാണ് UDFന് അനുകൂലമായ കാര്യങ്ങളായി പറയുന്നത്? ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ UDFന് കഴിയുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ പുതിയ എന്താണ് ഈ മാറ്റം വരുത്തിയ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ഐക്യവും മാറ്റം വരുത്തിയ സംവിധാനവും UDFന് അനുകൂലമായി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മറിച്ച് LDFന് തിരിച്ചടിയാകാൻ പോകുന്നത് ഭരണവിരുദ്ധ വികാരം LDFന് തിരിച്ചടിയാകും. ഈ പറയുന്ന പോലെ എന്താണ് ഈ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. നഗരപ്രദേശങ്ങളിൽ പാർട്ടി വളരെ പിന്നിലേക്ക് പോയി അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലെ പാർട്ടി തകർന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സർവേയിൽ പറയുന്നത്. വോട്ട് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ വോട്ട് ശതമാനം UDFന് 44.97, അതായത് 45% വോട്ടുകൾ UDFന് ലഭിക്കുമ്പോൾ ഇടതു ജനാധിപത്യ മുന്നണിക്ക് 39.34% വോട്ടുകളാണ് സർവേ പറയുന്നത്. NDAക്ക് 14.72% വോട്ട് ലഭ്യമാകുമെന്നും പറയുന്നു. NDAയുടെ വോട്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും സീറ്റുകളാക്കി മാറ്റാൻ കഴിയാത്ത സ്ഥിതിയാണ് തുടരുന്നത്. അതായത് കേരളത്തിൽ ഇത്തവണയും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ സർവേ പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സാധ്യതയിൽ UDFൽ നിന്ന് VD സതീശനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും, ഈ രണ്ടുപേരും മുഖ്യമന്ത്രി സാധ്യത ജനങ്ങൾ കൽപ്പിക്കുന്നു. ഇടതുമുന്നണിയിൽ നിന്ന് പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ തോമസ് ഐസക് എന്നീ 2 പേരുകളാണ് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് 11.26% ആളുകളുടെ പിന്തുണയാണ് ഉള്ളത്. UDF വിജയത്തിന്റെ പ്രധാന ഘടകങ്ങളായി സർവേ പറയുന്നത് ഭരണവിരുദ്ധത. നിലവിലെ LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്നു. സർവേയിൽ പങ്കെടുത്ത 20% ആളുകളും ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാന ഘടകമായി കണ്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ഐക്യം UDFന് അനുകൂലമാകുന്നു. മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശക്തമായ പിന്തുണയാണ് UDFന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും ഈ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പിന്തുണ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും. ഇത് UDFന് അനുകൂലമായ ഒരു ഘടകമാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നേതൃത്വം പുതുക്കൽ, VD സതീശന്റെ നേതൃത്വത്തിൽ ആധുനിക രാഷ്ട്രീയ സമീപനവും വ്യക്തമായ ആശയവിനിമയ ശൈലിയും UDFന് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതായത് 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന രൂപത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അവരുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ UDFന് അനുകൂലമായിട്ടാണ്
കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെയും വിജയം UDF നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഈ വിജയം മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്ന് സർവേ പറയുന്നു. അതോടൊപ്പം LDF വെല്ലുവിളികൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഭരണവിരുദ്ധ വികാരം. 2 തവണ തുടർച്ചയായി അധികാരത്തിലെത്തിയതിന്റെ ക്ഷീണവും സാധാരണ അധികാര വിരുദ്ധതയും LDF-നെതിരെ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. നഗരപ്രദേശങ്ങളിലെ പിന്തുണ നഷ്ടമായി. നഗരമേഖലകളിൽ LDF-നുണ്ടായിരുന്ന പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ. സംസ്ഥാനത്തിന്റെ കടബാധ്യതയും സാമ്പത്തിക പ്രശ്നങ്ങളും വോട്ടർമാരുടെ തീരുമാനത്തെ ബാധിക്കുന്നു. NDA-യുമായി ബന്ധപ്പെട്ട സർവേ പറയുന്നത് മാർജിനുകൾക്കിടയിലെ നിർണായകൻ. BJP നേതൃത്വത്തിലുള്ള NDA-ക്ക് സീറ്റ് നേടാൻ കഴിയില്ലെങ്കിലും നിരവധി മണ്ഡലങ്ങളിൽ മാർജിൻ നിർണ്ണയിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ആ മണ്ഡലങ്ങൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ NDA മുന്നിലായിരിക്കാമെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. മലപ്പുറം UDF-ന്റെ കോട്ടയാണ്. മലപ്പുറം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. അതിൽ കൊണ്ടോട്ടി, ഏറനാട്, മലപ്പുറം, വേങ്ങര തുടങ്ങിയ മണ്ഡലങ്ങളിൽ UDF-ന് വലിയ മൃഗീയ ഭൂരിപക്ഷമാണ് പ്രവചിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ഇടതു ശക്തി കേന്ദ്രങ്ങളിലടക്കം UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിയും. അത് നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴും കണ്ടതാണല്ലോ. തീർച്ചയായും. അതോടൊപ്പം തന്നെ പരമ്പരാഗത ഇടതു ശക്തി കേന്ദ്രമായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മണ്ഡലങ്ങളായ മഞ്ചേശ്വരം, കാസർഗോഡ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, പേരാവൂർ എന്നിവിടങ്ങളിൽ UDF ജയിക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഇടതു മുന്നണിക്കാണ് ഈ സർവേ മുൻതൂക്കം നൽകുന്നത്. തലസ്ഥാനമായ തിരുവനന്തപുരം ജില്ലയിൽ LDF മികച്ച പ്രകടനം കാഴ്ചവെക്കാണ്. നെടുമങ്ങാട്, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കാട്ടാക്കട എന്നിവിടങ്ങളിൽ LDF-ന് മികച്ച ലീഡുണ്ടാകും. എറണാകുളം UDF-ന്റെ കോട്ടയാണ്. എറണാകുളം ജില്ലയിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും UDF വിജയിക്കും. അതിൽ പെരുമ്പാവൂർ, ആലുവ, കളമശ്ശേരി, പറവൂർ, കൊച്ചി, തൃക്കാക്കര എന്നിവിടങ്ങളെല്ലാം UDF-ന് കനത്ത വിജയമാണ് പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സർവേയുടെ ഒരു രീതിശാസ്ത്രം എടുത്ത് പരിശോധിച്ചാൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ 2025 വരെയുള്ള കാലയളവിൽ 2 ലക്ഷം പേരിൽ നിന്ന് പ്രതികരണങ്ങൾ ശേഖരിച്ചാണ് സർവേ നടത്തിയത്. 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആണും പെണ്ണും ആയ പ്രതിനിധികളിൽ നിന്ന് നഗര, അർദ്ധനഗര, ഗ്രാമീണ മേഖലയിൽ നിന്നായി ഓപ്പൺ ഇന്റർവ്യൂ, വാട്സ്ആപ്പ് ഫീഡ്ബാക്ക് എന്നിവയിലൂടെ വിവരങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ പ്ലസ് 2.5% എറർ മാർജിനോട് കൂടിയാണ് ഈ സർവേ നടത്തിയിരിക്കുന്നത്. അന്തിമ വിലയിരുത്തൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF-നും UDF-ഉം തമ്മിലുള്ള ഒരു നേർക്കുനേറുള്ള മത്സരമായി തുടരും. അതിൽ UDF-ന് വ്യക്തമായ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് സർവേ പ്രചരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവസാനഘട്ട പ്രചരണ തന്ത്രം, നേതൃവ്യക്തത, യുവജന പങ്കാളിത്തം എന്നിവ അന്തിമ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്തായാലും UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം UDF ക്യാമ്പ് വളരെ വലിയ ആവേശത്തിലാണ്. കാരണം ഈ സർവേ ഫലം പുറത്തു വന്നതിൽ ഉപരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും UDF-ന് ആവർത്തിക്കാൻ കഴിഞ്ഞു. അത് വലിയ ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെയും കോൺഗ്രസിന്റെയും കണക്കുകൂട്ടൽ. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ UDF ഐക്യത്തോടുകൂടി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട, സർവേ 91 പറയുന്നെങ്കിൽ 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും. അതിന്റെ ചുവടുകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്ര കടന്നു വരികയാണ്. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 6 വരെയുള്ള ഒരു മാസക്കാലം കേരളത്തിൽ UDF-ന്റെ യാത്ര കടന്നു വരികയാണ്. ആ യാത്ര കൂടി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ പുതിയ ഊർജ്ജത്തോടുകൂടി, ഐക്യത്തോടുകൂടി, കെട്ടുറപ്പോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി 100-ലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണിയും 71 മാന്ത്രിക സംഖ്യ കോൺഗ്രസ് ഒറ്റയ്ക്ക് മറികടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.